മരുഭൂമിയിലെ നിഗൂഢമായ കപ്പൽ, മണലിൽ ഒളിച്ചിരിക്കുന്ന സ്പാനിഷ് നിധി. മരുഭൂമി കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന വെറും മണൽ കൂനകൾ മാത്രം. എന്നാൽ കാലിഫോർണിയയിലെ കഠിനമായ മൊജോവോ മരുഭൂമിയുടെ ഉള്ളിൽ എവിടെയോ ഒരു കപ്പൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറുമൊരു കപ്പലല്ല, സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ള രത്നങ്ങളും നിറഞ്ഞ ഒരു പടുകൂറ്റൻ സ്പാനിഷ് കപ്പൽ. കടലിൽ നിന്നും നൂറുകണക്കിന് മൈലുകൾ അകലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ എങ്ങനെ ഒരു കപ്പൽ വന്നു? ഇത് വെറുമൊരു നാടോടിക്കഥയാണോ, അതോ ആരും കാണാത്ത സത്യമോ? ഈ രഹസ്യം തേടി തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ചാർലി ക്ലസ്കർ എന്ന മനുഷ്യന്റെ സാഹസിക കഥയാണിത്. ഈ കഥ തുടങ്ങുന്നത് 1847-ലാണ്. പട്ടാളത്തിൽ നിന്നും വിരമിച്ച ശേഷം ചാർലി ക്ലസ്കർ പുതിയൊരു ജീവിതം തേടി കാലിഫോർണിയയിലേക്ക് തിരിച്ചു. യാത്രക്കിടയിൽ അദ്ദേഹം കാവിയ എന്ന ആദിവാസി ഗോത്രത്തെ കണ്ടുമുട്ടി. അവർ ചാർലിക്ക് വിചിത്രമായ ഒരു കഥ പറഞ്ഞുകൊടുത്തു. പണ്ട് ഈ മരുഭൂമി വലിയൊരു തടാകമായിരുന്നുവെന്നും ഒരിക്കൽ വെള്ളച്ചിറകുകളുള്ള ഒരു കൂറ്റൻ പക്ഷി ആ തടാകത്തിലേക്ക് ഇറങ്ങി വന്നുവെന്നും അവർ പറഞ്ഞു. പിന്നീട് വെള്ളം വറ്റിയപ്പോൾ ആ പക്ഷിക്ക് തിരിച്ചു പോകാനായില്ല. അത് അവിടെ മണലിൽ തങ്ങിപ്പോയി. ചാർലിക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. ആദിവാസികൾ പക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഒരു കപ്പലിനെയായിരുന്നു. അതിൻ്റെ പായ്ക്കപ്പലുകളെയാണ് അവർ ചിറകുകളായി കണ്ടത്. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഇതൊരു കെട്ടുകഥയല്ല. പണ്ട് ഈ പ്രദേശം ലേക്ക് കാവിയ എന്നറിയപ്പെട്ടിരുന്ന ഒരു കൂറ്റൻ തടാകമായിരുന്നു. കൊളറാഡോ നദിയിലെ വെള്ളപ്പൊക്കം കാരണം ഇടയ്ക്കിടെ ഈ തടാകം സമുദ്രമായി ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് ഭൗമശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ സമുദ്രത്തിൽ നിന്നും വഴിതെറ്റി വന്ന ഒരു കപ്പൽ പിന്നീട് വെള്ളം വറ്റിയപ്പോൾ മരുഭൂമിയിൽ അകപ്പെട്ടു പോയിരിക്കാം. ചാർലിയുടെ സാഹസിക യാത്രകൾ. 1870 ഒരു പ്രാദേശിക പത്രത്തിൽ വന്ന വാർത്ത ചാർലിയെ ആവേശത്തിലാഴ്ത്തി. മരുഭൂമിയിൽ ഒരു കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നതായിരുന്നു വാർത്ത. ചാർലി ഉടൻ തന്നെ ഒരു സംഘവുമായി അങ്ങോട്ട് തിരിച്ചു. പക്ഷേ മരുഭൂമി അത്ര പെട്ടെന്ന് തന്റെ രഹസ്യങ്ങൾ വിട്ടുതരാൻ തയ്യാറായിരുന്നില്ല. ആദ്യ യാത്രയിൽ ചതുപ്പ് നിലത്തിൽപ്പെട്ട് ചാർലിയുടെ കുതിരകൾ അപകടത്തിലായി. കഷ്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ യാത്രയിൽ ഭക്ഷണവും വെള്ളവും തീർന്നു. 125 ഡിഗ്രി ചൂടിൽ മരണത്തെ മുഖാമുഖം കണ്ട ചാർലി ദൂരദർശനിലൂടെ ദൂരെ ആ കപ്പലിന്റെ പായ്മരം കണ്ടതായി അവകാശപ്പെട്ടു. ഏകദേശം 250 അടി നീളമുള്ള ഒരു വലിയ സ്പാനിഷ് കപ്പലായിരുന്നു അത്. ഈ വാർത്ത നാടെങ്ങും പടർന്നു. ചാർലി ഒരു പ്രാദേശിക ഹീറോ ആയി മാറി. മൂന്നാമതും വലിയ തയ്യാറെടുപ്പുകളോടെ അദ്ദേഹം യാത്ര തിരിച്ചു. കൂടെ പത്രപ്രവർത്തകരും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ എത്ര തിരിഞ്ഞിട്ടും കപ്പലിന്റെ ഒരടയാളം പോലും കണ്ടെത്താനായില്ല. ഇവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. ചാർലി സത്യത്തിൽ കപ്പലാണോ കണ്ടത്, അതോ വെറും മായക്കാഴ്ചയാണോ? അതോ നിക്ഷേപം കണ്ടെത്താൻ പണം സ്വരൂപിക്കാൻ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയായിരുന്നോ ഇത്? ചാർലി ഒരു പ്രൊഫഷണൽ സ്വർണ്ണവേട്ടക്കാരൻ കൂടിയായിരുന്നു എന്നത് ഈ സംശയത്തിന് ബലം നൽകുന്നു. ചാർലിക്ക് ശേഷം പിന്നീട് പലരും പല കാലഘട്ടത്തിലും ഈ കപ്പൽ കണ്ടതായി അവകാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആർക്കും അത് കൃത്യമായി എവിടെയാണെന്ന് കാണിച്ചു തരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മണൽക്കാറ്റിൽ ചില സമയത്ത് ഭൂമിക്കുള്ളിലേത് പുറത്തു വരികയും ചിലപ്പോൾ മൂടപ്പെടുകയും ചെയ്യാം. മരുഭൂമിയിലെ ചലിക്കുന്ന മണൽക്കൂനകൾക്കിടയിൽ ആ കപ്പൽ ഇന്നും ഒളിഞ്ഞിരിപ്പുണ്ടാകാം. നിങ്ങൾ എന്ത് കരുതുന്നു? ആ സ്വർണ്ണ കപ്പൽ ഇന്നും ആ മണലാരണ്യത്തിൽ ഉണ്ടോ, അതോ അതൊരു മിഥ്യ മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.